ഹായ് ഫ്രണ്ട്സ്, ഈ പ്ലേറ്റിൽ കാണുന്നത് ഞാൻ കടയിൽ പോയപ്പോൾ തോടുള്ള കപ്പലണ്ടി പച്ചയ്ക്ക് വാങ്ങിച്ചുകൊണ്ടുവന്ന് അതിനെ നട്ട് പൊടിപ്പിച്ച് അതിൽ നിന്ന് കിട്ടിയ കപ്പലണ്ടിയാണ് ഈ കാണുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നട്ടേക്കുന്നത് നിങ്ങളൊന്ന് കാണിച്ചു തരാം. പോകാൻ വീഡിയോയിലേക്ക്. ഇതാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടുവന്ന് നട്ട കപ്പലണ്ടി. അതായത് കുറേ ഇങ്ങനെ ഒരു 1/2 കിലോളം പച്ചയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. അതുകൊണ്ട് കുറച്ച് നട്ട് ഇത് തോടുള്ളതിന് ഇവിടെയൊക്കെ നട്ടതാണ്. അത്യാവശ്യം കുറേ നമ്മൾ കപ്പലണ്ടി ഇങ്ങനെ നട്ട് വെച്ച് കുറേ കിട്ടി. ഈ കപ്പലണ്ടിൻ്റെ കൃഷി രീതി നമുക്ക് അറിഞ്ഞൂടാ. എങ്കിലും നമ്മൾ നട്ടിട്ട് ഒരു 1.5 മാസമായി. നമുക്ക് നോക്കാം അതിന് മുകളിൽ വല്ലതും ഉണ്ടാകുന്നു. ഇവിടെ അവിടെ ഇവിടെയൊക്കെ 1-2 ഇരിക്കുന്നു. അത്യാവശ്യം ഇതിൻ്റെ മണ്ടയിൽ കൂടെ നമ്മൾ മണ്ണിട്ടെടുക്കണം. എങ്കിലേ ഈ ചെടീൻ്റെ മണ്ടയിൽ കൂടെ മണ്ണിടണം, എങ്കിലേ ഇതിൽ ആ പൂക്കളിൽ പിടിക്കുമെന്നാണ് പറയണത്. നമ്മളൊന്ന് പുഴുത് നോക്കിയതാണ്. പുഴുതിട്ട് അത്യാവശ്യം 1-2 ഉണ്ട്, പക്ഷേ മുറ്റിയില്ല. ഇത് പിഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റിന് എത്രയാണ് വിളയാൻ എത്ര ദിവസമൊക്കെ വേണമെന്നൊന്നും അറിഞ്ഞുകൂടാ. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം എന്തരായെന്നറിയാമല്ലോ. പിഞ്ചാണ് കേട്ടോ, ഇത് മുറ്റിയില്ല. അപ്പോൾ ചെറുതായിട്ട് ആവണേ ഉള്ളൂ. അത്യാവശ്യം കപ്പലണ്ടി ആയി, പക്ഷേ ഇത് മുറ്റിയില്ല, പിഞ്ചായിപ്പോയി. അപ്പോൾ ഇനിയും വേണമെന്ന് 2-3 മാസം കൂടെയൊക്കെ നോക്കാം. അപ്പോൾ ഇത് നമ്മൾ 3 മാസം കഴിഞ്ഞ് വീണ്ടും എത്തി. അപ്പോൾ ഇതാണ് നമ്മളെ കപ്പലണ്ടി അന്ന് കണ്ടതുപോലെയല്ല. ഇപ്പോഴും നല്ല പച്ച ഇലയൊക്കെ മാറി കംപ്ലീറ്റ് പഴുത്ത് ഇലയെല്ലാം പഴുത്ത് കിടക്കുന്നു. നമ്മൾ ഇന്ന് ഒരു മണ്ണ് മാന്തിയായിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് അത്യാവശ്യം ഇവിടെയൊക്കെ നല്ല വിളഞ്ഞ് ഇഷ്ടം പോലെ കപ്പലണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഉത്സവ സീസൺ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം നിങ്ങളെ. ഒരെണ്ണം എടുത്തിട്ട് നിങ്ങളെ പൊട്ടിക്കാം. നല്ല വിളഞ്ഞ് നല്ല മുറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വറക്കാൻ പരുവായി, സെയിം പരുവൊക്കെ ആയി. ഇപ്പോൾ ഉത്സവ സീസൺ തുടങ്ങിയല്ലേ, കുറേ കപ്പലണ്ടിയൊക്കെ എടുത്തിട്ട് ഒരു ഉണ്ടുവണ്ടി എടുത്ത് കുറേ മണലൊക്കെ ആറ്റിച്ചെന്ന് വാരിക്കൊണ്ടുവന്ന് നമുക്ക് വറുത്ത് ഉത്സവപ്പറമ്പിലിട്ട് പോവാം. അത്യാവശ്യം ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ കപ്പലണ്ടി. ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ, നമുക്ക് നോക്കാം എത്ര കിട്ടുമെന്ന്. ഇവിടെ അത്യാവശ്യം കപ്പലണ്ടി നമുക്ക് കഴിക്കാനുള്ളതെങ്കിലും കിട്ടിയാൽ മതി. നമുക്ക് തിന്നാനുള്ള കപ്പലണ്ടി ഇതാണ്ട് ഇതിൽ തന്നെ നല്ല വിളഞ്ഞത് കൊണ്ടുണ്ടോ, നല്ല ആ കളറൊക്കെ മാറി നല്ല കളർ, സെയിം കളറായി കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ പുഴു തന്നെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഒരു വെളുവിളാണ് ഇരുന്നത്. ഇപ്പോൾ ഇത്തിരി അതിൻ്റെ കളറൊക്കെ വ്യത്യാസങ്ങൾ വന്നു. കുറേ നമ്മൾ എടുത്ത്, അപ്പോൾ ഞാൻ ഇനി എടുത്ത് കൂട്ടിയിട്ട് അങ്ങനെ കുറേ കാണിച്ചു തരാം കേട്ടോ. കണ്ട ഇത് കണ്ട. അപ്പം ഞാൻ ഒരു 1/2 കിലോളം പച്ചയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അതും കുറേ ഞാനും മക്കളും കൂടെ തിന്ന്. അതിന് ശേഷം കുറച്ചാണ് നട്ടത്. എങ്കിലും നമുക്ക് ഒരു 3-4 കിലോളം കിട്ടി തോടോട്. അപ്പോൾ ഇത് നമ്മൾ തോടൊക്കെ പൊളിച്ച് ഇനി വറുത്തൊന്നുമില്ല. നമുക്കിനി ഇടയ്ക്ക് പച്ചക്കൊക്കെ ഒന്ന് തിന്ന് നോക്കാം. നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങണമെങ്കിലും, പക്ഷേ വറുത്തെങ്കിൽ കുറച്ചുകൂടെ കളർ വന്നിന്. ഇടയ്ക്ക് വരണ പച്ച ഒരു കേടൊക്കെ ഉണ്ട്, അതൊക്കെ എടുക്കാം. ഇങ്ങനെ പ്ലേറ്റിനകത്ത് ഇരിക്കണം, നല്ല കാണാൻ നല്ലൊരു സുന്ദര കുത്തപ്പനല്ലേ. അത് നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് എടുക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. അപ്പോഴേ ഈ കാണുന്ന കപ്പലണ്ടിയൊക്കെ വറുത്ത് തിന്നിട്ട് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.